ഹായ് ഫ്രണ്ട്, നിങ്ങളുടെ നുമാനാണ്. ഈ സ്ഥലം നമ്മളെ കാപ്പിലാണ്. കാപ്പിൽ ഇതൊരു റിസോർട്ടാണ്. റിസോർട്ടെന്ന് വെച്ചാൽ ഇത് എൻ്റെ നമ്മളെ കാപ്പിൽ കായലിൻ്റെ ആ പാലത്തിൻ്റെ താഴെ നിൽക്കുന്ന ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കായലുമായിട്ട് ടച്ച് ആവുന്നുണ്ട്. ഈ കായലിൻ്റെ ഇതിലാണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ അടിപൊളി റിസോർട്ടാണിത്. ഇതെല്ലാവർക്കും നമ്മൾ കാണാൻ പറ്റും. നമുക്ക് ആ കാപ്പിൽ പാലമായിട്ട് പോകുന്ന ഒരു അതിർത്തി പങ്കിടുന്നതും കൂടിയാണ്. ഇത് കാപ്പിൽ നമ്മളെ കൊല്ലം തിരുവനന്തപുരത്ത് ഡിസ്ട്രിക്ട് തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്ന ഒരു പാലമാണത്. ആ പാലത്തിൻ്റെ താഴെ ഒരു കായലിൻ്റെ അടുത്താണ് ഈ റിസോർട്ട് നിൽക്കുന്നത്. ഈ റിസോർട്ടിൽ ഒരുപാട് പേര് വരെയും ഒക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു റോഡ് സൈഡും കൂടെയാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. ഈ റിസോർട്ടിൻ്റെ അടുത്ത് ഒരുപാട് കല്യാണങ്ങളും അതിൻ്റെ പാർട്ടികളും ഒക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. ഈ റിസോർട്ട് നമുക്ക് കാപ്പിൽ പാലത്തിൻ്റെ താഴെ ആണ് ഇതിൻ്റെ റിസോർട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടും കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ മെയിൻ റോട്ടിലോട്ട് നമ്മൾ കടന്നു പോവുകയാണ്. ഇവിടെ റോട്ടിലോട്ട് ഈ കാപ്പിൽ പാലം എന്ന് പറയുന്ന ആ പാലത്തിന് വേറെ പ്രത്യേകമുണ്ട്. ഈ പാലത്തിന് തമ്മിൽ നമ്മളെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റും കൊല്ലം ഡിസ്ട്രിക്റ്റും കൂടെ വന്ന് ജോയിൻ്റ് ആവുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ പാലം. നമ്മൾ ഈ റിസോർട്ടും കടന്നുകൊണ്ട് നമ്മൾ ഈ റോട്ടിലോട്ട് നമ്മളിപ്പോൾ പോകുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ നമ്മളിപ്പോൾ ഞാനത് പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് റോട്ടിലോട്ടാണ് നമ്മളിപ്പോൾ കയറുന്നത്. ഇത് കാപ്പിൽ റോഡാണ്. ഈ റോട്ടിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് ഞാനിത് കയറി ചെല്ലുന്നത്. നിങ്ങളിത് പകർത്തി കാണിക്കുകയാണ്. ഇതിൻ്റെ കായലും എല്ലാം ഇത് വളരെ ഒരു മെയിൻ റോട്ടിലോട്ടാണ് നമ്മൾ ഈ പാലം നിൽക്കുന്നത്. ഈ പാലം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ പാലം നിൽക്കുന്ന രണ്ട് അതിർത്തിയുമായിട്ടുള്ള രണ്ട് ഡിസ്ട്രിക്റ്റ് തമ്മിൽ പങ്കിടുന്ന ഒരു പാലം കൂടിയാണ്. അത് കാപ്പിൽ നമ്മളെ കൊല്ലം തിരുവനന്തപുരം വന്ന് ജോയിൻ്റ് ചെയ്യുന്നത് അവസാനിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരാറുണ്ട്. ഇത് വന്ന് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാപ്പിലെന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ എടുത്തു പറയാൻ പറ്റും. കാര്യം വർക്കല പാവനാശത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ വളരെ കാപ്പിൽ ഇങ്ങനെയുള്ള ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും വളരെ തിരക്കാണ് ഇപ്പോൾ. വളരെയെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞാനിപ്പോൾ റോട്ടിലോട്ട് കയറിയ പാലത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഈ പാലം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രണ്ട് ഡിസ്ട്രിക്റ്റുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാലം എന്ന് പറയുന്നത്. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു നമുക്കൊരു സുഖമാണ്. രണ്ട് ഡിസ്ട്രിക്റ്റ് തമ്മിൽ അവിടെ ജോയിൻ്റ് ചെയ്യുന്നതും ആ പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ ഈ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ഞാൻ ഈ പാലത്തിൻ്റെ അടുത്തോട്ട് ഞാൻ നടന്ന് ചെല്ലുകയാണ്. അപ്പോൾ ഈ പാലം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് ഒരുപാട് ഓർമ്മിക്കാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ്. അപ്പം നമ്മൾ രണ്ട് ഡിസ്ട്രിക്റ്റ് ആകുമ്പോൾ നമ്മൾ അത് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിപ്പം ഞാനിപ്പോൾ റിസോർട്ടിൽ വന്നു. അപ്പോൾ റിസോർട്ടും കഴിഞ്ഞ് ഞാനിപ്പോൾ റോട്ടിൽ വന്ന് ഇപ്പം ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ നമുക്ക് ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇനിയും ഉയർച്ചയിലേക്ക് തന്നെ നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ പോവും. ടൂറിസ്റ്റ് മേഖല വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം കാപ്പിൽ അത് വെച്ചാൽ നമ്മൾ ആദ്യം വളരെ പാവനാശമായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ കാപ്പിൽ വന്നു. വളരെ പുതുമയാവുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ഇനിയും ഉയർന്നു പോട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നല്ല ഇതിൽ കുറേ പേര് രക്ഷപ്പെടുന്നുണ്ട്. കുറേ പേര് അവരുടെ വരുമാനം കൂടിയാണ്. ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവർക്ക് റിസോർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും അവർക്ക് നല്ലൊരു അനുഭവം കൂടിയാണ്. നല്ലൊരു ഇതാണ്. അപ്പോൾ റിസോർട്ട് വളരെ
മുമ്പോട്ട് റിസോർട്ടും കാര്യങ്ങളും അതിലൊരു കുറേ പേർക്ക് ജോലിയാവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കാര്യമാണ്. നമുക്ക് എടുത്തു പറയുന്ന കുറേ കാര്യങ്ങൾ ഇതിൽ ഞാനത് പകർത്തി തരാണ്. ഈ പാലത്തിൻ്റെ അവിടെ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയും ഉയർച്ചയിൽ നമ്മളെ നാടുകൾ മുമ്പോട്ട് പോട്ടെ. ഇതേപോലെ ടൂറിസ്റ്റുകൾ വരട്ടെ. ഇന്ത്യയുടെ അകത്തുനിന്നും ഇന്ത്യയുടെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അത് വളരെ ഒരു അനുഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലമാവട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളെ മുമ്പിൽ ഈ വീഡിയോസുമായിട്ട് വരും. അത് വളരെ കുളിർമയും പുതുമയാവുന്ന ശൈലി തന്നെ ഞാൻ അടുത്ത വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഓർമ്മയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു പകർത്തി തരുമെന്ന് വെച്ചാൽ ഇനി വരട്ടെ. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരും. നിങ്ങളെ സ്വന്തം നുഹ്മാൻ.